ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ സൂപ്പർ സ്പ്ലെൻഡർ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ വീട്ടിൽ പോയി എടുത്തു കൊണ്ടുവരുന്ന വണ്ടിയാണ്. നിലവിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കാർബേറ്ററിന് അതാണ് കംപ്ലയിൻറ്റ് കേട്ടോ. മെയിനായിട്ട് അതിൻ്റെ കാർബേറ്റർ അസംബ്ലി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം നമുക്കൊരു 8 മാസം മുമ്പ് നമ്മൾ ഈ വണ്ടി ഇതേപോലെ സെയിം കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം വണ്ടിക്ക് ഓട്ടോ കുറവാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ പെട്രോൾ ഇതിനകത്ത് കിടന്ന് മെൽറ്റായ ഒരു അവസ്ഥയിലേക്ക് വന്നത്. ഇതുണ്ടോ, ഉള്ളിൽ ശരിക്കും ഫംഗസ് പിടിച്ചാണ് പോലത്തെ ഒരു സിറ്റുവേഷനാണ് വന്നത്. അപ്പോൾ നമ്മൾ അന്നും ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്ത് റെഡി ആക്കിയിട്ട് ഫ്ലോട്ട് വാൽവൊക്കെ മാറ്റി വിട്ടതാണ്. ഇപ്പോൾ വീണ്ടും സെയിം പ്രശ്നം തന്നെയാണ് സംഭവിച്ചേക്കുക. അതായത് ഫ്ലോട്ട് വാൽവൊക്കെ അതിൻ്റെ ഉള്ളിൽ ജാമായി, പെട്രോൾ കൃത്യമായിട്ട് ഇറങ്ങുന്നില്ല. പിന്നെ അതേപോലെ തന്നെ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്കായി. അതേപോലെ കുറേ നേരം അടിച്ച് നമുക്ക് ഇപ്പോൾ പ്ലഗിൻ്റെ ഭാഗം പ്ലഗും ചെറിയ ഷോർട്ടേജാണ് കാണിക്കാം. അപ്പോൾ നമുക്ക് പ്ലഗ് മാറ്റണം, കാർബറേറ്റർ ക്ലീൻ ചെയ്തിട്ട് സ്ലോ ജെറ്റും ഫ്ലോട്ട് വാൽവും മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം. വീണ്ടും റിസ്കിൻ്റെ കേസ് നമ്മൾ കറക്റ്റ് നമ്മൾ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓവർഫ്ലോ വരാൻ സാധ്യതയുണ്ട്, ഓവർഫ്ലോ അല്ലെങ്കിൽ മിസ്സിങ്ങിൻ്റെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാം. നമ്മളിപ്പോൾ ഈ ഒരു തവണയും കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. വീണ്ടും ഓട്ടം കുറവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പുതിയ കാർബറേറ്റർ മേടിച്ച് വെച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഓട്ടം കുറവാണെങ്കിൽ പുതിയ കാർബറേറ്റർ വെച്ചാലും സെയിം സിറ്റുവേഷനാണ് സംഭവിക്കാൻ പോകാം. കാരണം ഇപ്പോൾ വരുന്ന പെട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ്. E20 പെട്രോൾ എന്ന് പറയാം. 20% എത്തനോളാണ് പെട്രോളിൽ മിക്സ് ചെയ്തത്. കാരണം അത് ശരിക്കും പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന പരിപാടിയാണ്. പക്ഷേ നമുക്ക് ഈ കാർബറേറ്റർ മോഡൽ വാഹനങ്ങളിൽ വരുമ്പോഴത്തേക്ക് ഈ കാർബറേറ്ററിൻ്റെ അതേപോലെ ചില ഭാഗങ്ങൾ ഡാമേജ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് ആ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സജഷൻ പറയുന്നത്. അപ്പം മാക്സിമം അത് ക്ലീൻ ചെയ്ത് തന്നെ യൂസ് ചെയ്യാൻ നോക്കാം. ഒരു രക്ഷയില്ലെങ്കിലും പുതിയ കാർബറേറ്റർ വയ്ക്കുക. പുതിയ കാർബറേറ്റർ വെച്ചാലും സെയിം സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നമുക്കൊരു എന്താ പറയുക 100% ഒരു ഗ്യാരണ്ടി ഒന്നും പറഞ്ഞാൽ ആ വർക്കും ചെയ്യാൻ പറ്റില്ല. പരമാവധി നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ഇപ്പോഴത്തെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. പെട്രോൾ ഓവർഫ്ലോ ഇല്ലാതിരിക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം നമുക്ക് ഉപയോഗിക്കാം. കാരണം ഇതിനൊരു പരിഹാര മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പെട്രോൾ അടിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 4 മാസമൊക്കെ ആകുമ്പോൾ പെട്രോളിൽ മിക്സ് ചെയ്യുന്ന പെട്രോൾ അഡിറ്റീവ്സ് കിട്ടും. അതതിനകത്തേക്ക് മിക്സ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ കുറേയൊക്കെ ആ ഭാഗങ്ങളൊക്കെ ക്ലിയറായി പൊക്കോളും. പിന്നെ വണ്ടി ഉപയോഗിക്കുക, അതാണ് വേറെ മെയിനായിട്ടുള്ള കേസ്. അങ്ങനെ ഇടയ്ക്ക് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും തന്നെ വണ്ടി ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഇരിക്കും തോറും ഈ ഭാഗം കംപ്ലയിൻറ്റ് എന്തെങ്കിലും വരും. ഇതേപോലെ തന്നെ കാർബറേറ്റർ വരും, ടാങ്കിൻ്റെ ഭാഗം ഇതൊക്കെ കംപ്ലയിൻറ്റ്സ് വരും. പെട്രോൾ കൂടുതലായിട്ട് കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങളാണ് പ്രോബ്ലം വരാം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ഞാനപ്പോൾ ഇത് വീണ്ടും ഒന്നുകൂടി ക്ലിയർ ചെയ്തിടാം. വീണ്ടും നമ്മൾ പറയണു 100% ഒരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല. ഓവർഫ്ലോ വരാനൊക്കെ സാധ്യതയുണ്ട്. അതേപോലെ മിസ്സിങ് കാണിക്കാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഡീറ്റെയിൽസ് വാട്സാപ്പിനകത്തേക്ക് ഡീറ്റെയിൽസ് ഇട്ടേക്കാം കേട്ടോ. അത് ഏകദേശം വന്ന എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ പ്ലഗ് മാറുന്നുണ്ട്, കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്, ഫ്ലോട്ട് വാൽവ് മാറുന്നുണ്ട്, സ്ലോ ജെറ്റ് മാറുന്നുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയി വിളിച്ചോളാം. ഓക്കെ.